എതിർപ്പുകളും സംശയങ്ങളും നിരവധി ഉയർന്നിട്ടും ആഗോള അയ്യപ്പ സംഗമവുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. യോഗക്ഷേമ സഭയ്ക്ക് ചില സംശയങ്ങളുണ്ട്. അതേസമയം NSSും SNDPയും ഒക്കെ ഏതാണ്ട് സർക്കാരിനോട് അനുകൂലിക്കുന്ന നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. BJPയും ഒരുപാട് സംശയങ്ങൾ, അതായത് വിശ്വാസികൾക്കൊപ്പമാണെന്ന് വരുത്തീർക്കാനുള്ള ശ്രമമാണോ, പണ്ട് ശബരിമലയിൽ ചെയ്ത കാര്യങ്ങളൊക്കെ മറന്നിട്ടാണോ, അങ്ങനെ നിരവധി സംശയങ്ങൾ BJP നേതാക്കളും തുടർച്ചയായി ഉന്നയിക്കുന്നുണ്ട്. എന്നോടൊപ്പം ഇന്ന് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ശ്രീ കുമ്മനം രാജശേഖരനുണ്ട്. അദ്ദേഹവുമായി സംസാരിക്കാം. നമസ്കാരം സർ. ഈ വിശ്വാസികളെ തൊട്ട് വല്ലാതെ കൈപൊള്ളിയ ഒരു സർക്കാരാണ് ഇപ്പോഴത്തെ LDF സർക്കാർ. പലപ്പോഴും നമുക്കറിയാം CPM ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് പിന്നീട് വിശ്വാസികളുടെ വിശ്വാസം ആർജിക്കാനുള്ള പ്രയത്നം നടത്തിയിട്ടുണ്ട്. അങ്ങനെ തെറ്റു മനസ്സിലായ ഒരു സർക്കാരിൻ്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ വിശ്വാസികൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു സംവിധാനമായി അല്ലെങ്കിൽ ശ്രമമായി കൂടി ഈ ആഗോള അയ്യപ്പ സംഗമത്തെ കണ്ടുകൂടെ? അതിനെ ഇത്രയധികം എതിർക്കുന്നത് എന്തിനാണ്? അല്ല, ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന പശ്ചാത്തലം, അതിൻ്റെ സാഹചര്യം, അതിന് തിരഞ്ഞെടുത്ത സമയം, ഇതെല്ലാം വളരെ പരിശോധിക്കേണ്ടതാണ്. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. അപ്പോൾ തിരഞ്ഞെടുപ്പിന് മുമ്പ് നഷ്ടപ്പെട്ടു പോയ വിശ്വാസം അത് ഹിന്ദുക്കളിൽ നിന്നും വീണ്ടെടുത്ത് അവരുടെ ഒരു സ്വാധീനം ഉറപ്പിക്കുക എന്നുള്ള ഒരു ഗൂഢലക്ഷ്യം ഇതിനുണ്ടെന്നുള്ളത് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാകും. കാരണം ശബരിമല വിഷയത്തിൽ ഈ ഇടതുപക്ഷ സർക്കാർ അയ്യപ്പന്മാരോട് നീതി കാണിച്ചില്ല. അവരുടെ വികാരങ്ങളെയും വിശ്വാസത്തെയും അവരുടെ ആചാരസങ്കല്പങ്ങളെയും എല്ലാം പിച്ചിച്ചിന്തിയ സർക്കാരാണ്. ആ കാലഘട്ടത്തിൽ ഇവിടുത്തെ അയ്യപ്പന്മാരെ കുത്തി നോവിച്ചവരാണ്, അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിയവരാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് കരകയറാൻ അയ്യപ്പ സംഗമം നടത്തിയാൽ സാധിക്കുമെന്ന് ആരോ ഉപദേശിച്ചിട്ടാവാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൻ്റെ പിന്നിൽ ഒരു ഗൂഢലക്ഷ്യമുണ്ട് എന്ന് ആരും സാമാന്യനെ അത് അങ്ങനെ ചിന്തിച്ചു പോകും. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇത് ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ളതാണോ? പല കാര്യങ്ങളിലും സർക്കാർ കൊടുത്തിരിക്കുന്ന രേഖാമൂലം കൊടുത്തിരിക്കുന്ന പല നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ട്. ഒന്ന് സുപ്രീം കോടതിയിൽ തന്നെ കിടപ്പുണ്ട്. എന്താണ്? ശബരിമലയിലെ ആചാരങ്ങൾ ലംഘിക്കാം, അവിടെ യുവതി പ്രവേശനമാകാം, അത് ലിംഗനീതിയുടെ അല്ലെങ്കിൽ ഭരണഘടനാപരമായി യുവതികൾക്ക് കിട്ടേണ്ട അവകാശ അധികാരങ്ങൾ അത് കൊടുക്കാൻ ബാധ്യസ്ഥമായ സർക്കാരിന് ഈ നിലപാട് സ്വീകരിക്കും. വളരെ ഖണ്ഡിതമായി സംശയലേശമന്യേ ശബരിമല ആചാരത്തിനെതിരായിട്ട് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയുള്ളൊരു സർക്കാർ ഇപ്പോൾ അത് തിരുത്താതെ ഇപ്പോൾ ഇങ്ങനെ അയ്യപ്പന്മാരെ നടിച്ച് വന്നു കഴിഞ്ഞാൽ അത് കപടമാണ്, കാപട്യമാണ്. ഇപ്പോൾ ആ സത്യവാങ്മൂലം തിരുത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങി എന്നുള്ള വിവരങ്ങൾ അത് ദേവസ്വം ബോർഡിൻ്റെ ഈ വിമർശനങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അവർ തിരുത്താൻ യു-ടേൺ അവർ അത് ചെയ്യാൻ തയ്യാറാകുന്നു. സർക്കാരിൻ്റെ കാര്യവും സർക്കാരാണ് ഇത് നടത്തുന്നത്. ഈ അയ്യപ്പ സംഗമം സർക്കാർ നടത്തുകയാണ്. ഒരു ചോദ്യം, ഒരു മതേതര സർക്കാരിന് ഇങ്ങനെയുള്ള വിശ്വാസികൾ സമൂഹത്തെ വിളിച്ചു കൂട്ടാൻ ഉള്ള അധികാരമുണ്ടോ? അല്ലെങ്കിൽ അത് ന്യായമാണോ, പ്രസക്തമാണോ, ഔചിത്യമുണ്ടോ? ഇതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ഇവിടെ യാക്കോബായ ഓർത്തഡോക്സ് ചർച്ച വലിയ പ്രശ്നം നടക്കുകയാണെന്ന് നിങ്ങൾക്ക് അവിടുത്തെ വിശ്വാസികളൊന്നും വിളിച്ചു കൂട്ടരുത്. അങ്ങനെ വിളിച്ചു കൂട്ടാൻ ഒരു സമൂഹത്തിലെ വിശ്വാസികളെ സർക്കാരിന് എങ്ങനെ വിളിച്ചു കൂട്ടാൻ പറ്റും? ഒരു ഫണ്ടമെൻ്റലായിട്ട് ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമാണ്. കാരണം ഒരു മതേതര സർക്കാർ അത് ചെയ്യാൻ പാടില്ല. ഈ ശബരിമല നമ്മുടെ ഒരു വലിയ സ്വത്താണ്. അത് ആഗോളതലത്തിൽ അറിയപ്പെടുന്നതിന് എന്താണ് പ്രശ്നം? അങ്ങനെ ഒരു ശ്രമമാണ് സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറ്റു അവകാശമാണ്. ആഗോളതലത്തിൽ അറിയപ്പെടാൻ കേരള സർക്കാരിൻ്റെ സർട്ടിഫിക്കറ്റൊന്നും ആവശ്യമില്ല, ദേവസ്വം ബോർഡിൻ്റെ ആവശ്യമില്ല. അത് ആഗോളത്തിൽ അറിയപ്പെടുന്നതാണ്. ശബരിമല ലോകത്തിലെ ഏറ്റവും അധികം ആളുകൾ വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ എത്തിച്ചേരുന്ന ഒരിടമാണ്. അതിന് ആഗോള പ്രശസ്തിയുണ്ട്. അതിന് പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എന്തിനാ പ്രശസ്തി ഉണ്ടാക്കി കൊടുക്കുന്നത്? അവിടെ വരുന്നവരെ തന്നെ ഉൾക്കൊള്ളാൻ ശബരിമല ക്ഷേത്രത്തിന് കഴിയില്ല. അതാണ് അവസ്ഥ. ഇനി എല്ലാവരും കൂടി അറിയിച്ചിട്ട് ഇങ്ങോട്ട് വരണമെന്നുണ്ടോ? ഒന്നുമില്ല. എല്ലാവർക്കും അറിയാം, ശബരിമലയെക്കുറിച്ച് നന്നായിട്ട് അറിയാം. ശബരിമല വിശ്വാസികളാണ് നല്ല ഭൂരിപക്ഷം ആൾക്കാർ. അങ്ങനെ ആളെ കൂട്ടാൻ വേണ്ടി ഒരു സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല, പ്രശസ്തി കിട്ടാൻ വേണ്ടിയും സംഗമം നടത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അയ്യപ്പന്മാരെ വിളിച്ചു കൂട്ടുമ്പോൾ അയ്യപ്പന്മാരുടെ മനസ്സിൽ, ഹൃദയത്തിൽ ചില സംശയങ്ങൾ പൊന്തി വരുന്നു, സ്വാഭാവികമാണ്. ഒന്ന്, ശബരിമല അയ്യപ്പ ഭക്തന്മാർ നിരവധി ആയിരക്കണക്കിന് ആൾ ഇപ്പോൾ കോടതി കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റും ചെയ്യാത്തവരാണ്, നിരപരാധികളാണ്. ശബരിമല പ്രക്ഷോഭകാലത്ത് യാതൊരു കാരണവും കൂടാതെ ശബരിമലയിലെത്തിയ അയ്യപ്പന്മാരെ നിർദ്ദയം മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും അവരെ ക്രൂരമായ രീതി അവരോട് പെരുമാറുകയൊക്കെ ചെയ്ത്
കേസുകൾ നിരവധിയുണ്ട്. എത്രയോ ആൾക്ക് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരായിട്ട് തൊഴിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. വീരബലിദാനികളുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നിരവധി ആളുകൾ ഈ കേസിൽപ്പെട്ട് പാസ്പോർട്ട് എടുക്കാൻ നിവൃത്തിയില്ലാതെ തൊഴിൽ ഇൻ്റർവ്യൂവിന് അതിൽ ഈ കേസുള്ളതുകൊണ്ട് അതിൽ നിന്നും തഴയപ്പെട്ട് ഇങ്ങനെ ഒട്ടേറെ അയ്യപ്പന്മാർ വളരെ വേദനയോടുകൂടി പ്രതിഷേധത്തിലും ഉത്കണ്ഠയിലും കഴിയുമ്പോഴാണ് ഈ അയ്യപ്പ സംഗമം നടത്തുന്നത്. അതിന് ആൻസറില്ല. ഇത് നടത്തരുതെന്നൊന്നും ആരും പറയുന്നില്ല. അയ്യപ്പ സംഗമം അങ്ങനെ നടത്താൻ പാടില്ലാത്ത ഒന്നാണെന്നൊന്നും അഭിപ്രായമില്ല. നടത്തിക്കോട്ടെ. പക്ഷേ ഈ സംശയങ്ങൾക്ക് സർക്കാർ മുൻകൈ എടുത്തതുകൊണ്ട് സർക്കാർ ഉത്തരം പറയും. അല്ലേ, സർക്കാർ ഇപ്പം ദേവസ്വം ബോർഡിനെ ഒരു സ്വതന്ത്ര സംവിധാനമായി മാറ്റിക്കൊണ്ട് ദേവസ്വം ബോർഡിന് ആ സ്വാതന്ത്ര്യം നൽകിക്കൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് സർക്കാരിൻ്റെ സഹായമില്ല, നടത്താൻ പറ്റില്ല, അതിൻ്റെ 10 കോടി രൂപയ്ക്ക് ചിലവുണ്ട് എന്നുള്ളതാണ്. പക്ഷേ പൂർണ്ണമായും നടത്തുന്നത് ദേവസ്വം ബോർഡാണ്, വിശ്വാസിയായ ഒരു പ്രസിഡന്റ് എന്നാണ് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് പ്രശ്നം എന്നുള്ളതാണ്. അല്ല, സർക്കാരാണല്ലോ ഇത് നടത്തുന്നത്. ഞാൻ ചോദിച്ചോട്ടെ, ആദ്യം ഈ അയ്യപ്പ സംഗമം നടത്തും എന്ന് പ്രഖ്യാപിച്ചതാരാണ്? ദേവസ്വം മന്ത്രിയാണ്, വാസവനാണ്, അല്ലേ? അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റല്ലേ ഇത് പറയേണ്ടത്? പറഞ്ഞില്ല, മാറിയിരിക്കുകയായിരുന്നു. രണ്ടാമത് ക്ഷണിക്കാൻ ആരാ പോയി? ദേവസ്വം മന്ത്രിയാണ്. എവിടെ പോയി? അതും DMKയുടെ പ്രഖ്യാപിത ഹിന്ദു വിരുദ്ധ നിലപാട് എന്നും സ്വീകരിച്ചിരിക്കുന്ന, ഹിന്ദുയിസം എന്ന് പറയുന്ന ഒരു വൈറസാണെന്ന് പറഞ്ഞ ആ ചീഫ് മിനിസ്റ്റർ ക്ഷണിക്കാൻ പോയത് ഇവിടുത്തെ മന്ത്രിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അല്ലല്ലോ, മന്ത്രി. അപ്പോൾ ഇത് ഇനി രണ്ടാമത് ഇതിൻ്റെ ഇൻവിറ്റേഷൻ കണ്ടിട്ടുണ്ടോ? കാർഡ്, ഇൻവിറ്റേഷൻ ലെറ്റർ, ലോക കേരള സഭ. ഈ കേരള ഗവൺമെൻറ് എംബ്ലമാണ് വെച്ചിരിക്കുന്നത്. ആ എംബ്ലം വെച്ച ലെറ്ററുകളിലാണ് ഇൻവിറ്റേഷൻ പോയിരിക്കുന്നത്. അപ്പോൾ ഇത് സർക്കാരിൻ്റെ അല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അപ്പോൾ സർക്കാരിന് ഇത് എന്തിനു നടത്തണം? ഇനി സർക്കാർ നടത്തുകയാണെങ്കിൽ സർക്കാർ ഈ കേസൊക്കെ പിൻവലിക്കുക, അല്ലെങ്കിൽ സത്യവാങ്മൂലം തിരുത്ത്. ഇതിനും തയ്യാറാകണ്ടേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ ഇത് ആത്മാർത്ഥതയോടുകൂടിയുള്ളതല്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ സർക്കാരിന് ഇതൊന്നും പിന്തിരിയാനൊന്നും പറ്റിയില്ല. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇനി എന്തോന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പിന്തുണയില്ലാതെ അവിടെ ഒന്നും ചെയ്യാൻ ഒക്കില്ലേ? അയ്യപ്പന്മാരുടെ സംഗമം നടത്താൻ സർക്കാർ തന്നെ മുന്നിട്ടിറങ്ങണമെന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ സർക്കാരിൻ്റെ വേറെ വിശ്വാസികളെ, മുസ്ലിം വിശ്വാസികളെ, മതവിശ്വാസികളെ വിളിച്ചു കൂട്ടുമോ ഏതെങ്കിലും ഒരു കാര്യത്തിന്? അല്ലെങ്കിൽ ഇപ്പോൾ വഖഫിൻ്റെ പ്രശ്നം വന്നല്ലോ, വിളിച്ചു കൂട്ടിയോ? ഇല്ലല്ലോ. കാരണം അവർക്ക് സ്വതന്ത്രമായ മത കാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ സർക്കാരിന് സാധ്യമല്ല. ഇത് ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനത്തിലുള്ള ഇടപെടലാണ്, ഒരു മതേതര സർക്കാരിൻ്റെ ഇടപെടലാണ്. അത് പാടില്ല എന്നാണ് പറയുന്നത്. അതൊരു അടിസ്ഥാനപരമായ ആശയമാണ്. കാരണം ദേവസ്വം ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആക്ട് അനുസരിച്ചാണ്. ആ ആക്ട് ഉണ്ടായതിൻ്റെ പശ്ചാത്തലം ഒരു കവനൻ്റാണ്. അത് കേരള ഗവൺമെൻറ് മറ്റേ രാജപ്രമുഖനും കേന്ദ്ര അന്നത്തെ ഹോം സെക്രട്ടറിയും തമ്മിൽ ഒപ്പിട്ടിരിക്കുന്നതാണ്. കവൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. അത് സ്വതന്ത്ര പരമാധികാര ധർമ്മസ്ഥാപനമാണ്. ഈ സ്വതന്ത്ര പരമാധികാര ധർമ്മസ്ഥാപനമായ ബോർഡിൻ്റെ ഉള്ളിലേക്ക് അവരെയൊക്കെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് എന്തിനാണ് ദേവസ്വം മന്ത്രി കയറി ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്? ഇതൊരു ചോദ്യമാണ്. ഇതിന് ഉത്തരം എന്താ പറയുന്നത്? ഇത്രയും നാൾ ഞാൻ ഈ ചോദ്യം ഉന്നയിച്ചിട്ട് ദേവസ്വം മന്ത്രി മറുപടി പറയുന്നില്ല, ദേവസ്വം ബോർഡ് ഈ കാര്യത്തിൽ മറുപടി പറയുന്നില്ല, കേസ് പിൻവലിക്കുന്നതിനെ പറ്റി പറയുന്നില്ല, ഇതൊന്നും മറുപടി തരുന്നില്ല. അപ്പോൾ ഇനി അവിടെ എന്തോ വികസന പ്രവർത്തനം നടത്താനാണ്. വികസന പ്രവർത്തനം നടത്താൻ ഭക്തജനങ്ങൾ രണ്ട് കൈയും അയച്ച് സംഭാവന നൽകിയിട്ടുണ്ട്. നൽകിയവരുടെയൊക്കെ ഗതി എന്താ? എം.എൻ. നമ്പ്യാർ അവിടെ ഒരു വലിയ കെട്ടിടം പണിതിരുന്നു വളരെ വർഷങ്ങൾക്ക് മുമ്പ്. ആ കെട്ടിടം അവിടെ പി സുബ്രഹ്മണ്യം ട്രസ്റ്റ്, അദ്ദേഹമാണല്ലോ സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമയെടുത്ത് ഒരു വലിയ റോഡ് തന്നെ, പമ്പയിൽ നിന്ന് ഒരു റോഡ്, അയ്യപ്പൻ റോഡ് നിർമ്മിച്ച ആളാണ്. അതിൻ്റെയൊക്കെ സ്ഥിതി ഇപ്പോൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ആ ബിൽഡിങ്ങൊക്കെ ഇപ്പോൾ അവിടെ പോയി. അപ്പോൾ ശബരിമല ക്ഷേത്രത്തിൽ ഇതിനു മുമ്പ് സംഭാവന നൽകിയിരിക്കുന്നവർ അവരുടെയൊക്കെ പ്രതിഷേധം നിലനിൽക്കുന്നു. ഇനി പുതിയ കുറേ ആളുകളെ രംഗത്തിറക്കി പണം വാങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. ശബരിമലയ്ക്ക് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ശബരിമലയ്ക്ക് ആവശ്യമായുള്ള പണം നൽകാൻ ഭക്തജനങ്ങൾ തയ്യാറാണ്. പക്ഷേ അവർക്ക് വിശ്വാസം വേണം, അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കും, ചിലവാക്കും എന്നുള്ള വിശ്വാസം അവർക്ക് വേണം. ഈ മലേഷ്യയിലെ ഏതോ ഒരു ആത്മീയ പ്രഭാഷകനാണ് ഇത്തരം ഒരു സംഗമത്തെക്കുറിച്ച് കാര്യം മുന്നോട്ട് വെച്ചതെന്നും ബോർഡ് സർക്കാരിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും സർക്കാർ അംഗീകരിക്കുകയും ചെയ്തെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഒരു അയ്യപ്പ സംഗമം നടത്താൻ മലേഷ്യയിൽ നിന്നുള്ള ആൾക്കാരുടെ ഉപദേശമൊന്നും ആവശ്യമില്ല. അയ്യോ, ഇവിടെയുള്ള എല്ലാ അയ്യപ്പന്മാർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അയ്യപ്പ സംഗമം നടത്തിപ്പിലല്ല പ്രശ്നം, അത് നടത്തുന്നത് LDF സർക്കാർ ആയതുകൊണ്ടാണ് പ്രശ്നം. അതെ, സർക്കാരിന് നടത്താൻ ഉദ്ദേശശുദ്ധിയാണ് ചോദ്യം ചെയ്യുന്നത്. അത് തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. അയ്യപ്പ സംഗമം ഇവിടെ ധാരാളം നടന്നിട്ടുണ്ട്. എല്ലാ വർഷവും ശബരിമല അയ്യപ്പ സേവാ സമാജത്തിൻ്റെ ആഭിമുഖ്യത്തിൽ അയ്യപ്പ സംഗമം നടക്കുന്നുണ്ട്. എത്രയോ സമ്മേളനങ്ങൾ നടത്താറുണ്ട്. പമ്പയിൽ നടത്താറുണ്ട്, മറ്റേ എരുമേലി നടത്താറുണ്ട്, പന്തളത്ത് നടത്താറുണ്ട്. അയ്യപ്പ സംഗമം ഒന്നും പുതിയൊരു കാര്യമല്ല. പറയാൻ മനസ്സിലാകും. ഇവിടെ
ഒരു വാണിജ്യ താല്പര്യമുണ്ട് ഇതിൻ്റെ പിന്നിൽ. എന്ന് വെച്ചാൽ വലിയ വലിയ തുക സംഭാവന നൽകാൻ തരുന്ന ആൾക്കാരെ മാത്രം സെലക്ട് ചെയ്ത് കൊണ്ടുവരികയാണ്. പക്ഷെ ആ തുക വിനിയോഗിക്കുന്നതും ശബരിമല ക്ഷേത്രത്തിന്റെ വികസനത്തിനും മറ്റ് ക്ഷേത്രങ്ങളുടെ ആവശ്യങ്ങൾക്കൊക്കെ ആയിരിക്കില്ല. സർക്കാർ ഈ പൈസ കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ശബരിമല ക്ഷേത്രത്തിൽ പണം തരുന്നവരും പണം തരാത്തവരും രണ്ട് ഘടകം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ അവർ പ്രിവിലേജസ് കാർഡ് അടിച്ചിറക്കുകയാണ്. പത്രത്തിൽ കണ്ടല്ലോ, നിങ്ങളൊക്കെ വായിച്ചല്ലോ. എന്താ 10 ലക്ഷം രൂപയ്ക്ക് തരുന്നവർക്ക് 10 വർഷത്തേക്ക് അവിടെ ദർശനം, എല്ലാവരുടെ മുമ്പിൽ പോയി ഇന്ന് ദർശനം നടത്താം, അന്നദാനം, പിന്നെ 10 മുതൽ 20 ഒരു ബ്രോൺസ് കാർഡ്, സിൽവർ കാർഡ്, ഗോൾഡൻ കാർഡ്, അതേതാ 50 മുതൽ 1 കോടി വരെ. ഇത് സമദർശനത്തിൻ്റെ സന്നിധാനം ശബരിമല. ചെറിയവനും വലിയവനും എന്നുള്ള വ്യത്യാസമില്ല, സമഭാവനയാണ് അവിടെ. ഈ ശബരിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അവിടെ പണം കൊടുത്ത് 2 തരത്തിൽ ഉള്ള ഈ മറ്റ് പല ക്ഷേത്രങ്ങളിൽ കാണുമായിരിക്കും. പക്ഷേ ശബരിമല എന്ന് പറഞ്ഞാൽ പാവങ്ങളുടെ ഒരു സന്നിധാനമാണ്. അവിടെ എത്തുന്ന അയ്യപ്പന്മാരെ പണത്തിൻ്റെ പേരിൽ വേർതിരിവുണ്ടാക്കി ഒരു അസമത്വം സൃഷ്ടിക്കാൻ പാടില്ല. അത് സമത്വത്തിൻ്റെ, സമദർശനത്തിൻ്റെ, സമഭാവനയുടെ ഒരു സന്നിധാനമാണ് ശബരിമല എന്ന് പറയുന്നത്. അവിടെ പണം ആർക്ക് വേണമെങ്കിലും കൊടുക്കാം പണം. പക്ഷേ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതൊരു വാണിജ്യ കേന്ദ്രമായി മാറുകയാണ്. പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ളൊരു കേന്ദ്രമായി മാറുകയാണ്. ഇന്ന് ദേവസ്വം ബോർഡ് ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഇത് ശബരിമലയിലെ ഇത് മുടക്കുന്ന ദേവസ്വം ബോർഡ് ഫണ്ടിലേക്കല്ലോ. അവിടെ എന്തെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കും ഈ വർക്കുമാണല്ലോ അവിടെ ചെയ്യേണ്ടത്. പക്ഷേ ഇന്നിപ്പം കാണിക്കവഞ്ചി പൊട്ടിച്ച് എടുത്തെങ്കിലും ഓണത്തിന് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന്. എല്ലാം 1300 ക്ഷേത്രത്തിലും കാണിക്കവഞ്ചി പൊട്ടിച്ചെങ്കിൽ ശബരിമല അയ്യപ്പ മറ്റേ ദേവസ്വം ജീവനക്കാർക്ക് ഓണം ബോണസ് ഇത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ള സ്ഥിതിയാണ്. വലിയ പ്രശ്നത്തിലാണ്. ആ ക്ഷേത്രം നിലനിൽക്കുന്നത് ഈ ശബരിമല എന്ന് പറയുന്ന ഒരൊറ്റ ക്ഷേത്രത്തിൻ്റെ വരുമാനം കൊണ്ടാണ്. പക്ഷേ ശബരിമലയിൽ ആളുകൾ എത്തുന്നത് വിശ്വാസവും സങ്കല്പവും അവർക്ക് വളരെ പ്രധാനമാണ്. അത് വ്രതം നോക്കുന്നത് ഈ ഒരൊറ്റ ക്ഷേത്രമാണ് വ്രതപ്രധാനം. ബാക്കി ക്ഷേത്രങ്ങളിൽ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആവശ്യമില്ല. ഒരു ദിവസം വെച്ചാൽ അങ്ങനെ അങ്ങ് പോവാം. പക്ഷേ ഈ ക്ഷേത്രം വ്രതപ്രധാനമാണ്. എന്ന് പറഞ്ഞാൽ ആചാരം, അനുഷ്ഠാനം, സങ്കല്പം, നിഷ്ഠ, ഇതിലൊക്കെ വളരെ കാർക്കശ്യമുള്ള ഒരു ക്ഷേത്രമാണ്. അതിന്മേലാണ് കൈവെക്കുന്നത്. അതെല്ലാം ധ്വംസിച്ച സർക്കാരാണ്. ആ സർക്കാരിനോടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇങ്ങനെ ഈ നടത്തുമ്പോൾ ഈ കഴിഞ്ഞ കാലം ചെയ്ത തെറ്റുകൾ ഇനി ആവർത്തിക്കില്ല എന്നെങ്ങനെ അറിയാം? എന്താ ഉറപ്പെന്താണ്? ആ ഉറപ്പ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ സത്യവാങ്മൂലം തിരുത്തണം, കേസുകൾ പിൻവലിക്കണം. ഈ അവസരത്തിലല്ല ഭക്തജനങ്ങൾ, അയ്യപ്പന്മാർ ഏത് അവസരത്തിലത് ചോദിക്കുക? അല്ല വേറൊരു സന്ദർഭമുണ്ടോ ചോദിക്കാൻ? ഇതൊരു സന്ദർഭമേ ഉള്ളൂ ചോദിക്കാൻ. ആ സന്ദർഭത്തിൽ അത് ചോദിക്കുകയാണ്. അല്ലാതെ അത് തടയുമെന്നോ നടത്തരുതെന്നൊന്നും പറയുന്നില്ല. ഉദ്ദേശശുദ്ധിയെ ചോദ്യം ചെയ്യണം. ചില കാര്യങ്ങൾ സർക്കാർ ചെയ്യാനുണ്ട്, അത് ചെയ്യണം. വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് അയ്യപ്പന്മാരുടെ സമ്മേളനം നടക്കുന്നതെങ്കിൽ, സംഗമം നടക്കുന്നതെങ്കിൽ വിശ്വാസവുമായി ബന്ധപ്പെട്ടവരെ കൂടെ പങ്കെടുപ്പിക്കേണ്ടത്. അത് പണം തരുന്നവരെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി. അയ്യപ്പ സംഗമം അങ്ങനെയാണെങ്കിൽ ഇത് പമ്പ വെച്ച് എന്തിനാ നടന്നു? ഒരു താജ് ഹോട്ടലിലോ ഒരു വലിയൊരു ഹോൾ എടുത്തിട്ട് അവിടെ വെച്ചങ്ങ് നടത്തിയാൽ പോരെ? ലോക കേരള സഭ നടത്തിയ പോലെ നടത്തിയാൽ പോരെ? അതിൻ്റെ ആവശ്യമല്ലേ ഉള്ളൂ. പണമല്ലേ ആവശ്യം? ആളുടെ സംഭാവന കിട്ടുക എന്നുള്ളതല്ലേ ആവശ്യം? അതങ്ങ് നടത്തിയാൽ പോരെ? ശബരിമല പ്രക്ഷോഭ കാലത്ത് ഏതാണ്ട് ഇതിന് മുന്നിട്ടിറങ്ങിയ ഒരു സംഘടനയാണ് NSS. അതെ. പക്ഷെ അവർക്ക് ഇക്കാര്യത്തിലൊരു അഭിപ്രായ വ്യത്യാസമില്ല. വിശ്വാസികൾക്കൊപ്പമാണെങ്കിൽ സർക്കാരിന് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞു. അവർക്ക് എതിർപ്പില്ല. അപ്പോൾ വിശ്വാസം വളരെ പ്രധാനമാണെന്ന് NS പറഞ്ഞതിൻ്റെ കാര്യം. വിശ്വാസം വളരെ പ്രധാനമാണ്. പക്ഷെ NS ഇത് മനസ്സിലായെന്ന് തോന്നുന്നു, സർക്കാരിന്റെ നല്ല ഉദ്ദേശമാണെന്ന്. അല്ലെന്ന്, വിശ്വാസം അതാണ് പറഞ്ഞൊരു പോയിന്റ്. വളരെ ഇതാണ്. രാഷ്ട്രീയക്കാർ പങ്കെടുക്കാൻ പാടില്ല, രാഷ്ട്രീയത്തിന് അതീതമായിരിക്കും. 2, വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്ത, വിശ്വാസം ധ്വംസിച്ച ഒരു സർക്കാർ മുൻകൈ എടുത്ത് നടത്തുകയാണ്. അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്നത് എന്താ ഉറപ്പ്? അതാണ് ആ ഒരു സംശയമാണ് ഉയർത്തിയിരിക്കുന്നത്. അതിനാണ് ഉത്തരം കൊടുക്കേണ്ടത്. പക്ഷേ യോഗക്ഷേമ സഭ എതിർത്തതുപോലെ ഓരോരുത്തർ എതിർക്കുന്നതിന് ഓരോ രീതിയുണ്ട്. NSSും വളരെ വ്യക്തമായിട്ടാണ് സ്റ്റാൻഡ് പറഞ്ഞിരിക്കുന്നത്. അതായത് വിശ്വാസം സംരക്ഷിക്കണം. വിശ്വാസം സംരക്ഷിച്ചിട്ടില്ല. വിശ്വാസം സംരക്ഷിക്കാത്ത ഒരു സർക്കാരിനോടാണ് പറയുന്നത് വിശ്വാസം സംരക്ഷിക്കണം. നമ്മളും അതാണ് പറയുന്നത്. നിങ്ങൾ വിശ്വാസം ധ്വംസിക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു സത്യവാങ്മൂലമുണ്ട്, നിങ്ങളത് പിൻവലിക്കണം. അത് പറയുന്നത് എന്താ? തെറ്റെന്താ? അപ്പോൾ വിശ്വാസം സംരക്ഷിക്കുന്ന എന്താ ഉറപ്പ്? ഇവിടുത്തെ ഭക്തജനങ്ങൾ, വിശ്വാസികൾ ചോദിക്കുന്നൊരു ചോദ്യം അതാണ്. അതിന് ഉത്തരങ്ങൾ തരണം. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത മന്ത്രിയാണ് ദേവസ്വം മന്ത്രി.
അതുകൊണ്ട് അയ്യപ്പന്മാർക്ക് സംശയമുണ്ട്. പറഞ്ഞു മനസ്സിലായോ? ആ സംശയത്തിൽ എന്താ തെറ്റെന്താന്ന്? ഇത് ന്യായമല്ലേ, സ്വാഭാവികമല്ലേ? അതുകൊണ്ട് ഈ കാര്യത്തിൽ NSS പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. യോഗക്ഷേമ സഭ പറയുന്നത് തെറ്റില്ല. പന്തളം കൊട്ടാരം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാരാണ്? പന്തളം കൊട്ടാരം, തന്ത്രി, അതുപോലെ തന്നെ അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നടത്തുന്ന ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന മലയർ സമൂഹമുണ്ട്. മലയരാണ് വാസ്തവത്തിൽ പൂങ്കാവനം മുഴുവൻ കാത്തു സൂക്ഷിക്കുന്നവർ. അവരിന്ന് വ്രണിത ഹൃദയരാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നൊരു അവകാശമായിരുന്നു ഈ പൊന്നമ്പലം വീട്ടിൽ ദീപം തെളിയിക്കുക എന്നുള്ളത്. അവരെയൊക്കെ അവിടുന്ന് ആട്ടി ഓടിച്ചില്ലേ? ആട്ടി ഓടിച്ചു. ഇന്നും മലയേറിയ സമൂഹം ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലുമില്ല. ആ വനത്തിലൂടെയുള്ള യാത്ര, കാനന പാതയിലൂടെയുള്ള യാത്ര കഴിഞ്ഞ വർഷം നിരോധിച്ചു. അത് അവരുടെ ക്ഷേത്രങ്ങളും എല്ലാം കൂടുതൽ കാനന പാതയിലാണ്. അതുവരെ ഭക്തജനങ്ങൾ വരാതായി കഴിഞ്ഞപ്പോൾ ക്ഷേത്രത്തിൽ വരാനാണില്ലാത്ത അവസ്ഥയായിട്ട്. കാളകെട്ടി ക്ഷേത്രം അവരുടേതാണ്. അവരൊക്കെ അകറ്റി അവരുടെ പ്രസ്ഥാനം വായിച്ചല്ലോ. അവരും ഇതിന് എതിരായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ NSS ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് സ്വാഗതാർഹമാണ്. അത് തന്നെയാണ്. അതെന്തിനാ എതിർക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറയും, ഓരോ സംഘടനയ്ക്കും പറയുന്ന രീതിയുണ്ട്. എല്ലാവരും ഒരുപോലെ തന്നെ പറയണം. ഞാൻ പറയുന്ന പോലെ തന്നെ എല്ലാ സംഘടനയും പറയണമെന്ന് ഞാൻ നിർബന്ധിക്കാൻ പാടുണ്ടോ? അതില്ല. പക്ഷേ അതിൻ്റെയൊക്കെ അന്തസത്ത ഉണ്ടല്ലോ. എല്ലാ ഒന്നിൻ്റെയും അന്തസത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കേസുകൾ പിൻവലിക്കണമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെയാണ് ഓരോരുത്തർക്കും പറയുന്ന രീതി, ഭാഷ ഒക്കെ വ്യത്യസ്തമാണ്. ഇവരൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അല്ല, ആയിക്കോട്ടെ. ആരും പങ്കെടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയാണ്. അതിന് ഉത്തരം തരേണ്ട സമയം ഇതാണ്. ദേവസ്വം ബോർഡ് ഇതിന് ഉത്തരം തരണം. വികസനത്തിൻ്റെ കാര്യം പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, വികസനം സംബന്ധിച്ച്, ശബരിമല ക്ഷേത്രത്തിൻ്റെ വികസനം സംബന്ധിച്ച് അവിടെ വ്യക്തമായിട്ടുള്ള മാർഗരേഖയുണ്ട്. എക്കോസ്മാർട്ട് എന്ന് പറയുന്ന ഒരു കമ്പനിയെ കൊണ്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് 60 ലക്ഷം രൂപ ദേവസ്വം ബോർഡ് ചെലവഴിച്ചിട്ടാണ് ഒരു റിപ്പോർട്ട്, മാസ്റ്റർ പ്ലാൻ തയ്യാറായത്. ആ മാസ്റ്റർ പ്ലാൻ ഇവിടെ ഈ മാസ്റ്റർ പ്ലാൻ നടപ്പിലാക്കാൻ ഒരു കമ്മിറ്റിയുണ്ട്. ജസ്റ്റിസ് സിരിജഗൻ ചെയർമാനായിട്ടൊരു നല്ല കമ്മിറ്റിയാണ്. അപ്പോൾ നടപ്പിലാക്കാൻ കമ്മിറ്റിയുണ്ട്. ശരി, ഇതിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ടൊരു ട്രസ്റ്റുണ്ട്. ഒരു ജസ്റ്റിസ്, ചീഫ് ജസ്റ്റിസ് ചെയർമാനായിട്ട്, TK നായർ ജോയിൻറ്റ് വൈസ് ചെയർമാനായിട്ട് ആയിട്ട് നല്ലൊരു വലിയ കമ്മിറ്റി, വലിയ അറിയപ്പെടുന്ന വലിയ വലിയ വ്യവസായികൾ അടങ്ങുന്ന കമ്മിറ്റിയാണ്. ഈ സംവിധാനമൊക്കെ അവിടെ ഉണ്ട്. പിന്നെ എന്തിൻ്റെ കുറവാണ് അവിടെയുള്ളത്? അപ്പം നമുക്ക് എല്ലാ അയ്യപ്പന്മാർക്കും ചില സംശയങ്ങളുണ്ട്. ആ സംശയങ്ങൾ അവർ ഉന്നയിക്കുകയാണ്. ഇനി ഏറ്റവും പ്രധാനം പമ്പ എന്ന് പറയുന്ന സ്ഥലം, അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ടുള്ള ദർശനത്തിനുള്ള സൗകര്യങ്ങളും മറ്റും ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇതുപോലൊരു സമ്മേളനം നടത്താൻ വേണ്ടി ആരോ വന്ന് അവിടെ വലിയ പന്തലുമൊക്കെ കെട്ടി ദേവസ്വം ബോർഡിൻ്റെ പെൻഷൻ കിട്ടിയെന്നൊക്കെ പറഞ്ഞ് അത് കോടതി അന്ന് ഇടപെട്ടു. വിളിച്ചുകൊണ്ട് പോകേണ്ടി വന്നു. അല്ല, അതിനെതിരെ ഈ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അത്. അപ്പം കോടതിയെ അത്തരത്തിൽ സമീപിക്കാനും ആലോചിക്കുന്നുണ്ട്. അല്ല, ഞാൻ കോടതിയെ സമീപിക്കുന്നില്ല. ഞാൻ ജനങ്ങളുടെ പക്ഷത്താണ്. ജനകീയ കോടതിയിലാണ് ഞാൻ എൻ്റെ വിഷയങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. ജനാഭിപ്രായം സ്വരൂപിക്കുക, ജനമനസാക്ഷി ഉണർത്തുക. എനിക്ക് കോടതി പോകാൻ കാശൊന്നുമില്ല. ജനാഭിപ്രായം സ്വരൂപിക്കുക, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. മാത്രമല്ല, പമ്പയ്ക്ക് വേറൊരു ഇതുണ്ട്. പമ്പയിൽ നിന്നാണ് ഏറ്റവും അധികം ഭക്തജനങ്ങളെ അറസ്റ്റ് ചെയ്യുകയും പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്ത സ്ഥലമാണ്. ഇന്നും അതിൻ്റെ ഞെട്ടലിൽ നിന്നും അയ്യപ്പന്മാർ പോയിട്ടില്ല. അതുപോലെ തന്നെ ഈ ഗവൺമെൻറ് അല്ലേ ഈ ബിന്ദു അമ്മിണിയെയും അതുപോലെ യമുന ഫാത്തിമയ്ക്കൊക്കെ പോലീസ് സംരക്ഷണം കൊടുത്ത് കൊണ്ടുപോയി തൊഴിയിച്ചത്? ഭക്തജനങ്ങൾ എതിർത്തിട്ടും പോയ വഴിയെല്ലാം ഭക്തജനങ്ങൾ എതിർത്താണ്. കരഞ്ഞ് നിലവിളിച്ച ഒരു കുട്ടി കാലെ പിടിച്ച് പറഞ്ഞു പോകരുത്. പക്ഷേ ആ ബിന്ദു അമ്മിണിക്ക് ഇത്തവണ മുഖ്യമന്ത്രി കാണാൻ പോലും സമയം കൊടുത്തില്ല. വേണ്ട, ഈ പ്രസംഗത്തിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചാണ് അവർ വന്നത്. പക്ഷേ അതിനതൊരു നിലപാട് മാറ്റമായി കൂടെ കരുതിക്കൂടെ? എന്നാൽ സത്യാമംഗലം തിരുത്തിയാൽ പോരെ? നിലപാട് മാറിയെങ്കിൽ പരസ്യമായിട്ട് ആ നിലപാട് മാറുന്നതിന് എന്താ തെറ്റ്? ബിന്ദു അമ്മിണിയെ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. ബിന്ദു അമ്മിണിക്ക് സംരക്ഷണം കൊടുത്ത മുഖ്യമന്ത്രിയാണ്, ഇന്ന് കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ ഈ അവസരത്തിൽ ജനങ്ങളുടെ രോഷം അദ്ദേഹം മനസ്സിലാക്കുന്നുണ്ട്, ജനാഭിപ്രായത്തെ അദ്ദേഹം കാണുന്നുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഈ അയ്യപ്പ സംഗമത്തിനെതിരായിട്ട് അയ്യപ്പ ഭക്തന്മാരുടെ ഇടയിൽ ഭയങ്കരമായ ഒരു ഉത്കണ്ഠയുണ്ട്, ഒരു ദുഃഖമുണ്ട്, ഒരു പ്രതിഷേധമുണ്ട്. ആ ബിന്ദു അമ്മിണിയെ ഇത്രയധികം സംരക്ഷണം കൊടുത്ത് അന്ന് കൊണ്ട് തൊഴിയിക്കേണ്ട വല്ല കാര്യമുണ്ട്? അപ്പോൾ ഈ അയ്യപ്പ ഭക്തന്മാരുടെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവരാണ്.
ഈ മുഖ്യമന്ത്രിയും കൂട്ടരും. അപ്പോൾ അത് ഇന്നത്തെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞാൽ സഹിക്കാം, ക്ഷമിക്കാം, പൊറുക്കാം, പക്ഷെ മറക്കാം എന്നെങ്ങനെയാണ് പറയുക? മറക്കുന്നത് എങ്ങനെയാണ്? എല്ലാം മറന്നേര് എന്ന് മറക്കാൻ പറ്റുമോ? ക്ഷമിക്കാം, പൊറുക്കാം, അതൊക്കെ ചെയ്യാം, പക്ഷേ എങ്ങനെ മറക്കും? ഇതൊന്നും മറക്കാൻ സാധ്യമല്ല. ഈ പമ്പയിലാണ് അന്നത്തെ തന്ത്രി മുഖ്യൻ്റെ ഭാര്യ സഹധർമ്മിണി കുടുംബാംഗങ്ങൾ എല്ലാവരെയും പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. എന്തിനായിരുന്നു? ആ കേസ് ഇപ്പോഴും ഇല്ലേ? അല്ല, ഇതിനൊക്കെ ഉത്തരം കൊടുക്കാത്തത് ഇവരാരും ഇതിന് ഉത്തരം പറയുന്നില്ല. ദേവസ്വം ബോർഡിനൊരു കടമയില്ലേ? ഈ കേസുകൾ പിൻവലിക്കണമെന്ന് പറയാൻ ദേവസ്വം ബോർഡിനൊരു കടമയില്ലേ? ഈ ആചാരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചവരാണല്ലോ. നമ്മുടെ ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച് ത്യാഗം സഹിച്ചവരാണല്ലോ. എന്നാൽ അവർക്ക് വേണ്ടി വാദിക്കാം, ശബ്ദിക്കാം എന്ന് ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തുകൊണ്ട് കരുതുന്നില്ല? ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും പണക്കാരെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. മലേഷ്യയിൽ നിന്ന് ആളിനെ കൊണ്ടുവരുന്നതിനെക്കുറിച്ചാണല്ലോ ചിന്തിക്കുന്നത്. ഈ അടി കൊണ്ടും ഇടി കൊണ്ടും മുക്കിയും മൂളിയും നിരങ്ങിയും കഴിയുന്ന എത്രയോ അയ്യപ്പ ഭക്തന്മാരുണ്ട്. എത്ര പേരുടെ ജീവൻ ഇവിടെ പന്തളത്ത് ഒരാൾ മരിച്ചു. അയാളുടെ തലയിൽ കല്ലിട്ട് അന്ന് നടത്തിയ പ്രക്ഷോഭം ആ സമരത്തിൽ പങ്കെടുത്താണ്. ആ കുടുംബം ഇന്ന് എങ്ങനെ കഴിയുന്നു? തിരക്കുന്നുണ്ടോ? നഷ്ടപരിഹാരം വല്ലതും കൊടുത്തോ? എത്രയോ ആളുകൾ അന്ന് പീഡനമേറ്റ് പോലീസിൻ്റെ ചവിട്ടേറ്റ് തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്. സർക്കാർ തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്. ഈ സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് RSSന്റെ നിലപാടിൽ ഒരു വ്യക്തത ഉണ്ടല്ലോ. RSS അല്ലേ പ്രക്ഷോഭം നയിച്ചത്. പക്ഷെ അപ്പോഴും അന്നത്തെ സുപ്രീം കോടതി വിധിയെ സ്വാഗതം ചെയ്ത ചില പ്രസ്താവനകളൊക്കെ ഉണ്ടായിരുന്നു. ഇല്ല. അത് RSSൽ പെട്ട ആരോ എഴുതിയിരിക്കുന്ന കാര്യത്തെക്കുറിച്ചായിരിക്കും പറയുന്നത്. പക്ഷേ ശ്രീ ഗോപാലൻകുട്ടി ആരെന്ത് പറഞ്ഞാലും RSS വളരെ വ്യക്തമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, ഔദ്യോഗികമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്, സംഘടന എന്നുള്ള നിലയ്ക്ക്. ആ സംഘടനയുടെ സ്റ്റാൻഡ് അതാണ്. പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വഹിച്ചിരിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം RSS പ്രവർത്തകരാണ്. രാജ്യത്തെ ഒരു ക്ഷേത്രങ്ങളിലും സ്ത്രീകളെ വിലക്കരുത് എന്ന നിലപാട് RSSന് പൊതുവെ ഇല്ലേ? ഞാൻ ശബരിമലയുടെ കാര്യം പറയുന്നു. ശബരിമലയ്ക്ക് ഓരോ ക്ഷേത്രത്തിനും ഓരോ രീതികളുണ്ട്, ഓരോ സങ്കല്പങ്ങളുണ്ട്. അത് പ്രതിഷ്ഠാ സങ്കല്പമാണ്. ആ സങ്കല്പം ഇപ്പോൾ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ, വ്രതപ്രധാനമാണ്. അപ്പോൾ മറ്റു ക്ഷേത്രങ്ങൾ അങ്ങനെയല്ല. എല്ലാ ക്ഷേത്രങ്ങളിലും ഒരുമിച്ച് ഒരേപോലെ ചെത്തി മിനുക്കി ഒരുപോലെ ആക്കാൻ പറ്റുമോ? ഓരോ ക്ഷേത്രത്തിനും ഓരോ സങ്കല്പമുണ്ട്. ആ സങ്കല്പം അനുസരിച്ചായിരിക്കും ആ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ നടക്കുന്നത്. അത് ആ പ്രദേശത്ത് ആ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലത്തെ ആളുകളുടെ മനോഗതി, ആ രീതി ഒക്കെ അനുസരിച്ചായിരിക്കും അവിടുത്തെ പൂജകളും അവിടുത്തെ കാര്യങ്ങളും നിർവഹിക്കുക. വളരെ ജനാധിപത്യ സ്വഭാവമുള്ളൊരു സംവിധാനമാണത്. ജനങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ മനോഗതി എന്താണ്, സമൂഹ മനസ്സെങ്ങനെയാണ്, അതിനനുസരിച്ചായിരിക്കും അവിടുത്തെ ആചാരങ്ങൾ ഉണ്ടാകുന്നു. അതിനെ ചെത്തിമെനിക്ക് ഒരുപോലെ ആക്കിയെടുക്കണം, ഏക രീതിയിലാക്കണം. ഈ ബഹുസ്വരതയുണ്ട്, ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ഉണ്ട്. അത് നിലനിൽക്കണം. ആ ഡൈവേഴ്സിറ്റി, ആ വൈവിധ്യമുണ്ട്. ആ വൈവിധ്യം നിലനിൽക്കണം. ശബരിമലയെക്കുറിച്ച് സുപ്രീം കോടതിയും വളരെ ഭംഗിയായിട്ട് കാര്യം പറഞ്ഞ് നിർത്തിയിരിക്കുകയാണ് ഏറ്റവും അവസാനമായി. ഇനി പിന്നെ ഇവരെടുത്ത സ്റ്റാൻഡ് കോടതി അവിടെ പെൻഡിങ് നിർത്തിയിരിക്കുകയാണ്. എന്നുവെച്ചാൽ ആചാരം തുടരണം തന്നെയാണ് സുപ്രീം കോടതിയുടെ അഭിപ്രായം. പക്ഷെ ഇവരെടുത്തിരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലോ, അത് തിരുത്തിയിട്ടില്ല. ദേവസ്വം ബോർഡ് ഇത്രയും നാളുകളായിട്ട് ഇത് തിരുത്താതെ ഇരിക്കുന്നത് എന്താ? ഇപ്പോൾ ഈ ചൂട് പിടിച്ചപ്പോഴാണല്ലോ അവരും പതുക്കെ രംഗത്ത് വന്നിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് എന്ന് മാത്രമായിട്ട് ഇതിനെ ചുരുക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പിന് ഇനിയും മാസങ്ങൾ ബാക്കിയെടുത്തിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും. പക്ഷെ അപ്പോഴും ഈ വിശ്വാസികളുടെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ അട്ടിപ്പേർ എന്തൊരു BJPക്ക് മാത്രം എന്നുള്ള ചോദ്യമാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട് സമരത്തിന് പ്രക്ഷോഭത്തിനൊക്കെ ഉണ്ടായിരുന്ന ആളുകളുമാണ് കാലഘട്ടത്തിൽ. ആ തെരഞ്ഞെടുപ്പിന്റെ ആത്യന്തികമായ ഫലം അനുകൂലമായത് കോൺഗ്രസ് പാർട്ടിക്കാണ്. BJP മാത്രം, കോൺഗ്രസ് അത്ര ശക്തമായ എതിർപ്പ് വരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടില്ല ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട്. ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ BJP നേതാക്കൾ തുടർച്ചയായി അതിനെതിരെ സംസാരിക്കുന്ന ഒരു സാഹചര്യം അതെന്തുകൊണ്ടാണ്? വ്യക്തമാണ് നമ്മുടെ സ്റ്റാൻഡ്, ഒളിച്ചുകളിയില്ല. അങ്ങനെ ഇങ്ങനെ എന്ന് പറയുന്ന അവ്യക്തമായ സ്റ്റാൻഡിൻ്റെ കാര്യമില്ല. സ്റ്റാൻഡ് എപ്പോഴും വ്യക്തമാണ്, വ്യക്തമായ സ്റ്റാൻഡാണ്. അയ്യപ്പന്മാരോടൊപ്പമാണ് BJP. അയ്യപ്പ ഭക്തന്മാരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ചിന്തകളെയും അവരുടെ വിശ്വാസ സങ്കല്പങ്ങളെയും മാനിക്കണം. അതിനെതിരായി നടപടി സ്വീകരിച്ചിരിക്കുന്ന സർക്കാർ തെറ്റ് തിരുത്തണം. ഇതല്ലേ പറയുന്നുള്ളൂ. അത് പറയുന്നതിന് തെറ്റെന്താ? അത്രേ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസ്സിന് അത് പറയാൻ പറ്റില്ലായിരിക്കും. കോൺഗ്രസ് ഔദ്യോഗികമായിട്ടുള്ള നിലപാട് പറയുമായിരിക്കും. ഇപ്പോൾ UDF കൂടാൻ പോവുകയാണ്.
അത് പറയട്ടെ. ഉം. നമുക്ക് ഇക്കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല, വളരെ വ്യക്തമാണ്. സർക്കാരിൻ്റെ ഈ ഇപ്പോഴത്തെ ഈ അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ഉദ്ദേശശുദ്ധി അതിലിപ്പോൾ ഒരു നമുക്കൊരു ധനാഗമ മാർഗം നമ്മൾ തേടുന്നു. ഞങ്ങൾ പറഞ്ഞു ശബരിമലയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുമ്പോഴും ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നിരവധി അനവധി ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കാണിക്കവഞ്ചി പൊട്ടിക്കേണ്ട സാഹചര്യത്തിലേക്ക് വരെ വന്ന പശ്ചാത്തലമൊക്കെ മാറ്റാൻ കുറച്ചുകൂടി ഇതിനെ ഒന്ന്, ഈ പുതിയ കാലഘട്ടമാണ്, കുറച്ചുകൂടി ഒന്ന് ഈ വാണിജ്യവൽക്കരിക്കുക എന്നുള്ള പ്രയോഗമല്ല, ഒരു ധനാഗമ മാർഗം തേടുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ലല്ലോ. അല്ല, ഈ പൈസ കാണിക്കവഞ്ചി പൈസ കിട്ടുന്ന പോലെയല്ല ഇത്. ഇവിടെ വരുന്ന ആൾക്കാരെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിക്കാനാണ്, വികസനമാണ്, ശബരിമലയുടെ വികസനമാണ്. അതെ, അതിന് മറ്റു ക്ഷേത്രങ്ങളിലെ വരുമാനം എങ്ങനെയായിട്ട് എന്താ ബന്ധം? അല്ല, അങ്ങനെ ഒരു വാദവും ഉന്നയിക്കുന്നുണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ശബരിമല ആശ്രയിച്ച് ജീവിക്കുന്ന ക്ഷേത്രങ്ങൾക്കും ഇത് പ്രയോജനം ചെയ്യും എന്നാണ് പറയുന്നത്. അല്ല, എങ്ങനെ അദ്ദേഹം കണക്ക് പറഞ്ഞാൽ മതി. ഈ പൈസ മറ്റു ക്ഷേത്രങ്ങളിൽ കൊടുക്കാനാണോ? അതിനാണോ അയ്യപ്പന്മാർ പൈസ തരുന്നത്? അവിടെ അയ്യപ്പന്മാർക്ക് ആവശ്യമായിട്ട് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അല്ല, ഫണ്ടിൽ അവിടുത്തെ കാണിക്കവഞ്ചി പൈസ ഇടാനല്ലല്ലോ. കാണിക്കവഞ്ചി ഇടുന്ന പൈസ ശരിയാണ് ക്ഷേത്രത്തിൻ്റെ ഫണ്ടിലേക്ക് പോകും. ഇത് വികസന പ്രക്രിയകൾക്ക് വേണ്ടിയിട്ടാണ്. അവിടുത്തെ വികസനം ചെയ്യാനായിട്ട് അവിടെ തന്നെ ചിലവഴിക്കുന്ന കാര്യമാണ്. അതെങ്ങനെ മറ്റു ക്ഷേത്രങ്ങൾ കിട്ടും? ഈ നേരത്തെ പറഞ്ഞ പോലെ ജനങ്ങളെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ജനാഭിപ്രായം രൂപപ്പെടുത്തുക എന്നതിനപ്പുറം മറ്റൊരു പ്രതിഷേധത്തിലേക്ക് BJP ഇല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. ഇത് മറ്റു പ്രതിഷേധമാണല്ലോ, ഇതെല്ലാം പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ഇതെല്ലാം പ്രതിഷേധത്തിൻ്റെ ഭാഗമാണ്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ വർഷം 400 കോടി രൂപ കിട്ടി ഇല്ലേ? എന്തിനുപയോഗിച്ചു? എന്നിട്ട് ഇപ്പോഴും ദാരിദ്ര്യമില്ലാന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ കണക്ക് ഹൈക്കോടതി യഥാസമയം ഫയൽ ചെയ്യുന്നുണ്ടോ? ദേവസ്വം ബോർഡ് ഫയൽ ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഈ 400 കോടി രൂപ എല്ലാ വർഷവും കോടികളുടെ വർധന ഉണ്ടാകുന്നുണ്ട് ഇല്ലേ? പക്ഷേ ദേവസ്വം ബോർഡ് ദാരിദ്ര്യമില്ല എന്ന് പറയാം. അയ്യപ്പന്മാർ പണം കൊടുക്കാത്തതുകൊണ്ടാണോ? കൊടുക്കുന്നുണ്ടല്ലോ. ഒരു സുതാര്യത ഇല്ലായ്മ ഈ വരുമാനത്തിൽ. അതിപ്പോൾ ഏത് സർക്കാർ വന്നാലും ദേവസ്വം ബോർഡ് വ്യക്തമാക്കണം. ദേവസ്വം ബോർഡ് വ്യക്തമാക്കട്ടെ. ഒരുപാട് പ്രോജക്റ്റുകൾ പദ്ധതികളൊക്കെ അവിടെ പലപ്പോഴും പ്രഖ്യാപിക്കുന്നുണ്ട്. പക്ഷെ അത് അഴിമതിയുടെ മറ്റൊരു രീതിയിൽ പണം ദുരുപയോഗം ചെയ്യാൻ പശ്ചാത്തലമൊക്കെ ഉണ്ട്. അതൊരു എന്താണ് അതിന് പോംവഴി എന്നുള്ളതാണ്. അല്ലെന്ന് അയ്യപ്പന്മാരെ വിശ്വസിച്ചാൽ അയ്യപ്പന്മാർ എന്തും തരും. പറഞ്ഞു മനസ്സിലായോ? അല്ലാതെ ആചാരധ്വംസനത്തിന് കൂട്ടു നിൽക്കുന്ന ദേവസ്വം ബോർഡിന് ആര് പൈസ കൊടുക്കാനാണ്? അവിടുത്തെ ആചാരം, അവിടുത്തെ വിശ്വാസം, സങ്കല്പം, ഇതിനോടൊക്കെ ഒപ്പം നിൽക്കുന്ന ഒരു ഭരണാധികാരികളാണെങ്കിൽ എല്ലാ അയ്യപ്പന്മാരും കൈ അയച്ചു കൊടുക്കും. അവിടെ ഒരിക്കൽ പണം കൊടുത്ത് എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനത്തിന് സഹായിച്ചിട്ടുള്ള പിന്നെന്താ വരാത്ത? പിന്നെന്താ അങ്ങോട്ടേക്ക് വരാത്ത? അവർക്ക് ചില ദുരനുഭവങ്ങളുണ്ടായിരിക്കും. ഇല്ലേ, പണ്ട് കാലം മുതലേ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങൾക്ക് സഹായിക്കുന്ന പലരുമുണ്ട്. അവരൊന്നും ഇപ്പോൾ രംഗത്തില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, M.N. നമ്പ്യാർ, അദ്ദേഹം ശബരിമലയ്ക്ക് വേണ്ടി എന്തും ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം പണി കഴിപ്പിച്ച, അദ്ദേഹം വന്നാൽ വർഷത്തിലൊരിക്കലേ വരാറുള്ളൂ. 1000 പേരുമായിട്ടാണ് വരുന്നത്. വന്നു കഴിഞ്ഞാൽ താമസിക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കൂ. ആ ബിൽഡിംഗ് ഇപ്പോൾ അവിടെ സുബ്രഹ്മണ്യൻ ട്രസ്റ്റ് ശബരിമലയ്ക്ക് വേണ്ടി ഒരു വലിയ, ആ സ്വാമി അയ്യപ്പൻ എന്നുള്ള സിനിമ വന്നതോടുകൂടിയാണ് ശബരിമല ക്ഷേത്രത്തിലേക്ക് ആൾ വരാൻ തുടങ്ങി. ഒരു റോഡും അദ്ദേഹം ഉണ്ടാക്കി കൊടുത്തു. അതിന് സ്വാമി അയ്യപ്പൻ റോഡെന്ന പേര് കിട്ടും, അദ്ദേഹത്തിൻ്റെ പേരിട്ടില്ല. അതിൻ്റെ പണം മുഴുവൻ അദ്ദേഹമാണ് ചിലവഴിച്ചത്. അതിപ്പോൾ ഇവിടെ ധാരാളം. ഞാൻ ഒരു വലിയ ലിസ്റ്റാണ് ഉണ്ട്, എനിക്ക് തരാനുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ്, അയ്യപ്പന്മാരിൽ വിശ്വസിച്ചാൽ, അയ്യപ്പന്മാർ വെച്ച് പുലർത്തുന്ന വിശ്വാസത്തെ പരിരക്ഷിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഈ അയ്യപ്പന്മാർ എന്തും ചെയ്യും. ഇതിപ്പോൾ അയ്യപ്പന്മാരുടെ വികാരത്തെ, വിശ്വാസത്തെ മാനിക്കാൻ തയ്യാറില്ല. അത് ധ്വംസിച്ചതിനെപ്പറ്റിയുള്ള പരാതി കേൾക്കാൻ തയ്യാറില്ല. പക്ഷേ അയ്യപ്പന്മാരുടെ സംഗമം കൂട്ടി പണം ഉണ്ടാക്കണം. പണം വരട്ടെ എന്നാണ്. മന്ത്രിയാണോ തന്ത്രിയാണോ അവിടെ വലുത്? ഇതാണ് ചോദ്യം. തന്ത്രി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വിശ്വാസവും സങ്കല്പവും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കാത്തു സൂക്ഷിക്കുന്നയാളാണ്. മന്ത്രിയോ മതേതരനാണ്, ഇതിലൊന്നും വിശ്വാസമില്ലാത്തയാളാണ്, ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്തയാളാണ്. ഇത് രണ്ടും തമ്മിലുള്ള സംഘർഷമാണ് അവിടെ നടക്കുന്നത്. തീർച്ചയായും അതാണ്. നന്ദി സംസാരിച്ചത്. ഏതായാലും സർക്കാർ ആഗോള അയ്യപ്പ സംഗമവുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ വിശ്വാസികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. അത് ദൂരീകരിച്ചുകൊണ്ട് ഇത്തരം പരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഏതൊരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണം. നേരത്തെ ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ടുണ്ടായ കേസുകളുടെ പ്രശ്നമുണ്ട്.
സുപ്രീം കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വിശ്വാസികളെ ഹനിക്കത്തക്ക രീതിയിൽ നിലനിൽക്കുമ്പോഴാണ് ഇത്തരമൊരു സംഗമം എന്നുള്ളതാണ് ഇതിൽ പലവിധ സംശയങ്ങളുമായി ബന്ധപ്പെട്ട് BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത്. ഏതായാലും നന്ദി, നമസ്കാരം. നമസ്കാരം.